ശ്രീ സി എൽ മനോജ്, അങ്ങ് അയോധ്യ ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. കഴിഞ്ഞ 11 മാസത്തിനിടെ സുരക്ഷയ്ക്ക് മാത്രമായി 10 കോടി രൂപയാണ് അയോധ്യ ക്ഷേത്രത്തിൽ ചെലവിട്ടിട്ടുള്ളത് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വിവരം അനുസരിച്ച് ഈ പണം എണ്ണുന്ന ടേബിളിന് മുന്നിലുള്ള CCTV പ്രവർത്തിക്കാറില്ല അത്രേ. അങ്ങനെ വളരെ നിസാരമായി അവിടെ അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുമോ? പ്രത്യേകിച്ച് അവിടെ ഓരോ കാര്യത്തിനും കൃത്യമായ ചട്ടങ്ങൾ രൂപീകരിച്ചിരുന്നു. എങ്ങനെയാണ് 2023-നും 2025-നും ഇടയിൽ ഈ സംഭാവന കൈകാര്യം ചെയ്യാൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ ശ്രീ ഷാബു പ്രസാദിനോട് പറഞ്ഞതുപോലെ സംഭാവന എണ്ണുന്ന ജീവനക്കാർ ധരിക്കേണ്ട വസ്ത്രം വരെ സൂചിപ്പിച്ചിട്ടുള്ള SOP ഉണ്ട്. അതൊന്നും പാലിക്കപ്പെട്ടില്ല. അങ്ങനെ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അയോധ്യ എങ്ങനെയാണ് ഒരു അഭിമാന സ്തംഭമായി നിലനിർത്തുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ തട്ടിപ്പ് അങ്ങനെ വെറുതെ സംഭവിച്ചതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയല്ല എന്ന് കരുതേണ്ടി വരില്ലേ? അല്ല, ശ്രീജ പറഞ്ഞത് ശരിയാണ്. കാരണം അവിടെ വലിയ രീതിയിൽ മിസ്അപ്രോപ്രിയേഷൻ, അവിടെ ഭക്തന്മാർ രാമക്ഷേത്രത്തിൽ അവർ നൽകുന്ന ഡൊണേഷൻസ് അവിടുന്ന് അക്കൗണ്ട് ചെയ്ത് ബാങ്കിലേക്ക് പോകുന്ന വഴിയിൽ വളരെ രീതിയിൽ പെൽഫറേജ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം BJP ഭരിക്കുന്ന UP ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ ഈ പറയുന്ന ആരോപണങ്ങൾക്ക് പ്രമാ ഫേസി അതിന് ഒരു വസ്തുതയുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് കോടിക്കണക്കിന് അവിടെ വന്നിട്ടുള്ള ഡൊണേഷൻസ് നിന്ന് മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ട്. അവിടെ നടത്തുന്ന ഒരു രാം ടെമ്പിൾ, അതിൻ്റെ ഭക്തന്മാർക്ക് സ്വാഭാവികമായിട്ടും ഇത് വലിയ രീതിയിൽ അവരുടെ ഒരു റിലീജിയസ് ഫെയ്ത്തിനെയും മാനസികമായിട്ടുമെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാം ടെമ്പിളിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിനെക്കുറിച്ച്, അവരുടെ ഒരു അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ച്, ട്രാൻസ്പെറൻസിയെക്കുറിച്ചൊക്കെ വളരെ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. താങ്കൾക്കറിയാവുന്നതുപോലെ ഈ ട്രസ്റ്റ് ഉണ്ടായതിന് ശേഷം അതിൻ്റെ ഒരു ഭരണസമിതിയും അവിടുത്തെ കാര്യങ്ങളുമെല്ലാം ഗവൺമെൻറ്റുമായിട്ട്, സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ BJPയും RSSും അടങ്ങുന്ന സംഘ് പരിവാറിൻ്റെ അഫിലിയേറ്റ്സുമെല്ലാം അടങ്ങുന്ന അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാം ഇവരുടെ ഒരു ഗവർണിംഗ് ബോഡിയിൽ ഉള്ള ആളുകളാണ്. അപ്പോൾ പല അർത്ഥത്തിലും ഈ ഒരു ഗവൺമെൻറ്റായിട്ട് അടുത്ത് നിൽക്കുമ്പോഴും അതോടൊപ്പം തന്നെ ഒരു സംഘ് പരിവാർ, RSS, BJP, പ്രത്യേകിച്ചും VHP അന്ന് രാം ടെമ്പിൾ മൂവ്മെൻറ്റ് നടത്തിയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിൻ്റെ എല്ലാം റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പം മനസ്സിലാകുന്നത് അവിടെ ഒരു സ്ട്രക്ചേർഡായിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് തന്നെ അവിടുത്തെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള നൃപേന്ദ്ര മിശ്ര, അദ്ദേഹം പണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവിടെ ചില കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്, അത് നോക്കേണ്ടതാണ് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഴ്ചകൾ, പ്രത്യേകിച്ചും രാം ടെമ്പിൾ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ടെമ്പിളായി പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട ഈ സമയത്ത് അവിടെ ഇങ്ങനെ നടക്കുന്നത് വലിയ രീതിയിൽ ഒരു പ്രശ്നമായി വരുന്നുണ്ട്. അതിന് അന്വേഷണം വേണം. ഇപ്പോൾ തന്നെ അവിടെ SITയിൽ വിശ്വാസമില്ലെന്ന് പല രാഷ്ട്രീയ പാർട്ടികളും അല്ലാത്ത ചില ആളുകളും പറഞ്ഞു. ഇത് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആദ്യമായിട്ട് അവിടെ ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ തിരിമറിയുണ്ട് എന്ന് ആരോപിച്ചത് ബ്രിജ്ഭൂഷൺ ശരൺ എന്ന് പറയുന്ന BJPയുടെ പല പ്രാവശ്യവും MP ആയിട്ടുള്ള, പണ്ട് സമാജ്വാദി പാർട്ടിയിലുണ്ടായി, പക്ഷേ ആ പാർട്ടിയിൽ നിന്നും മാറി രാം ജന്മഭൂമി മൂവ്മെൻറ്റിൽ പങ്കെടുത്ത് പല പ്രാവശ്യവും BJPയുടെ MP ആയ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണം SIT അല്ല, ഒരു ഹൈക്കോടതി ജഡ്ജ് ഇരിക്കുന്ന ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിനെ കൊണ്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. BJPയിലും ഈ രാമഭക്തന്മാരുടെ പല റെപ്രസെൻറ്റേറ്റീവ്സിനും ഇതിനെക്കുറിച്ച് വലിയ മനോവേദന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു വശത്ത് ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റിയും അതിൻ്റെ ഒരു പ്രൂഡൻസും, മറ്റൊരു വശത്ത് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് ഒരു 8-9 മാസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു സംസ്ഥാനമാണ്.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് അക്കൗണ്ടബിലിറ്റിയും എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ചും രാമഭക്തന്മാർക്ക് വിശ്വാസമുണ്ടാക്കുന്ന ക്രെഡിബിളായിട്ടുള്ളൊരു അന്വേഷണം അത് SIT-യിലൂടെ നടക്കുമോ അതല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണമോ നടത്തണം എന്നുള്ള ഡിമാൻഡ് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഭരണാധികാരികൾക്ക് അതിനോട് മുഖം തിരിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. വലിയൊരു വീഴ്ചയാണ് എന്നുള്ളതാണ് പ്രമാഫിസിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഒരു FIR പോലും ഇട്ടിട്ടില്ല എന്നാണ് ഈ ദേശീയ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഈ വിഷയം സംബന്ധിച്ച് വളരെ കുറച്ചേ വായിക്കാൻ പോലും പറ്റുന്നുള്ളൂ. കാരണം ഇതുപോലെ നേരത്തെ സുഭാഷ് സൂചിപ്പിച്ചതുപോലെ പലയിടത്തും ഇതിങ്ങനെ സൂചനകൾ, അവിടെ ഒരു തട്ടിപ്പ് നടന്നു, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ്, അങ്ങനെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് ഒക്കെ എന്നതിലൊക്കെ ഉപരിയായിട്ട് എത്രയോ കാലമായി ഇത് നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എത്ര കാലമായി എന്ന് പോലും മനസ്സിലാക്കാൻ വഴിയില്ല. CCTV വിഷ്വൽസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു കണ്ടെത്തുക എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ഒരു ശ്രമകരമായ ദൗത്യമായിരിക്കും. പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘം അയോധ്യയിലെത്തിയപ്പോൾ ട്രസ്റ്റ് സെക്രട്ടറിയായ ചമ്പത് റായിക്ക് ജലദോഷം പിടിച്ചു എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൽ ഞാൻ വായിച്ചത്. ജലദോഷം കൂടി, ഷുഗർ ലെവല് പ്രശ്നമായി. കാണിക്കയുടെ മേൽനോട്ട ചുമതലയുള്ള അനിൽ മിശ്ര കേരളത്തിലേക്ക് ചികിത്സയ്ക്ക്, അദ്ദേഹം ഇപ്പോൾ കേരളത്തിലുണ്ട് പോലും, അദ്ദേഹം കേരളത്തിലേക്ക് ചികിത്സയ്ക്കായി വന്നു. അപ്പോൾ ആരോടാണ് ഈ ചോദിക്കുന്നത്? അവിടെയുള്ള ഈ എണ്ണി പറ്റിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്ന് പറയുന്ന ജീവനക്കാരിൽ നിന്നാൽ മതിയാവുമോ ഈ അന്വേഷണം? ശ്രീ CL മനോജ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ അവിടെ ആ ട്രസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം ഈ ഒരു സാഫ്രൻ അല്ലെങ്കിൽ സംഘപരിവാർ ഇക്കോസിസ്റ്റവുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. താങ്കൾ പറഞ്ഞ ചമ്പത് റായ് VHPയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഗോപാൽ റാവു സംഘടനയുടെ പ്രധാനപ്പെട്ട ആളെയാണ്. അനിൽ മിശ്ര. അപ്പോൾ അവരുടെ എല്ലാം അവരുടെ ആരോഗ്യസ്ഥിതിയും അവിടെ ഇല്ലാത്തതിനെക്കുറിച്ചൊക്കെ താങ്കൾ പല ദേശീയ മാധ്യമത്തിൽ വായിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ചോദിച്ചത് എത്ര നാളായിട്ട് ഇത് നടക്കുന്നുണ്ടാവും എന്നാണ്. നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ രാമക്ഷേത്രം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും 4-5 വർഷമാണ് മാക്സിമം ഇതിൻ്റെ അവിടുത്തെ ഒരു പ്രവർത്തനമുണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് ഇങ്ങനെയുള്ള പിൽഫറേജ് തുടങ്ങി എന്നുള്ളത് ആരോപണമുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചില സ്റ്റാഫുകൾക്കെതിരായിട്ട് എല്ലാം അന്വേഷണം വരും. പക്ഷെ അതിനേക്കാളെല്ലാം കൂടുതലായിട്ട് അവിടുത്തെ ഈ അമ്പലത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച, അവിടുത്തെ ഈ ലക്ഷക്കണക്കിന് ഭക്തന്മാർ അവിടെ വരുന്ന, അവിടെ നാണിക്കയിലിടുന്ന അതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കുമല്ലോ അതിൻ്റെ മെയിനായിട്ടുള്ള ഉത്തരവാദിത്തം. ആ അന്വേഷണം അവരിലേക്ക് തന്നെ പോകണം. എന്നാൽ യോഗി ആദിത്യനാഥ് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം ഇന്നലെയും നാളും നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളും വളരെ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അണ്ടർടോൺ ശ്രദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യും. എന്നാൽ രാമജന്മ മൂവ്മെൻറ്റിനെയും രാമക്ഷേത്രത്തെ നിർമ്മാണത്തിനെയും എതിർത്തിട്ടുള്ള ആളുകൾ വീണ്ടും ഇതിനെ, ഈ ക്ഷേത്രത്തെയും അതിൻ്റെ റണ്ണിങ്ങിനെ എല്ലാം ഡിഫെയിം ചെയ്യാനുള്ള ശ്രമമുണ്ടെന്നുള്ളൊരു ആരോപണവുമായി അദ്ദേഹം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള യാത്രയിൽ അവരെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിൻ്റെ ചില ഇൻഡിക്കേഷൻസ് അത് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു UP പോലെയുള്ള ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ള സംസ്ഥാനത്ത്, വളരെ കമ്മ്യൂണലി സെൻസിറ്റീവായിട്ടുള്ളൊരു സംസ്ഥാനത്ത് ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിബേറ്റ് ഉണ്ടായിക്കൂടാ എന്നുണ്ട്. അതിനെ പ്രതിപക്ഷ പാർട്ടികൾക്കും നമ്മൾ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റിയും എല്ലാം ഉള്ളപ്പോൾ തന്നെ ഇതിനൊരു രാഷ്ട്രീയവും വരും. അപ്പോൾ അതിനെയും എങ്ങനെ നേരിടണം, അതിനെ എങ്ങനെ ഡിഫെൻസീവായിട്ട് നിൽക്കണമെന്ന് BJPയും അതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ചും സമാജ്വാദി പാർട്ടി, അവിടുത്തെ പ്രധാനപ്പെട്ട മത്സരം സമാജ്വാദി പാർട്ടിയും BJPയുമായിട്ടായിരിക്കും. പിന്നെ കോൺഗ്രസ് പാർട്ടി ദേശീയ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ അവരുടെ സ്റ്റാൻഡുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് UP സംസ്ഥാന പ്രസിഡൻറ്റ് അവരുടെ CLP നേതാവ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞോ എന്ന് നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ച വരുന്ന ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ഉണ്ട്. അതിലെത്ര രീതിയിൽ സിൻസിയറായിട്ട് ആളുകൾ അക്കൗണ്ടബിളാക്കി FIRകൾ വരും, അന്വേഷണങ്ങൾ വരും, അറസ്റ്റുകൾ വരും.
അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ രാം ടെമ്പിളിൻ്റെ പിന്നിൽ BJPക്ക് ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എല്ലാ ഡെവലപ്മെൻറ്റ്സിനും ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ഉണ്ടാവും. ശരിയാണ്.